ഹേ PSC ആസ്പിറൻസ്, വെൽക്കം ടു അനദർ സ്റ്റഡി ബ്ലോഗ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ ഡേ 1 ഷൂട്ട് ചെയ്ത വീഡിയോസാണ്. ഫസ്റ്റ് ഡേ എനിക്ക് ഓക്കെ ആയിരുന്നേ. ഞാൻ എഴുതിയ ടു ഡു ലിസ്റ്റൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് പ്രോബ്ലം തുടങ്ങുന്നത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ ദിവസങ്ങളിൽ ഈ കൺസിസ്റ്റൻസി എവിടെ പോകും എങ്ങോട്ട് പോകുമെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. പഠിക്കുന്നതിൻ്റെ ഹവേഴ്സ് കുറഞ്ഞു വരും. ലാസ്റ്റ് ഒരു ദിവസം ഞാൻ പഠിക്കാതെ ഇരിക്കും. ഇങ്ങനെയാണ് എപ്പോഴും നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൺസിസ്റ്റൻസി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത്രയും ദിവസം മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ബ്രേക്ക് ആയതിനു ശേഷം വീണ്ടും പഴയ ആ ഒരു ലൂപ്പിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങളെപ്പോലെ ഒരു കേരള PSC ആസ്പിറൻ്റ് ആണ്. നമ്മുടെ കൺസിസ്റ്റൻസി ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഡെയിലി പഠിക്കണം. ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും പഠിക്കണം. മാക്സിമം എത്ര പഠിക്കുക എന്നുള്ളതിന് ഒരു ലിമിറ്റില്ല. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. അതിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം ടൈം പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യണം. ഒരു ദിവസം ഞാൻ എത്ര സമയം പഠിച്ചു എന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനടിയിൽ നിങ്ങൾ എത്ര സമയം പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ കാണുന്ന ഈ ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടല്ലോ, ഇത് ഞാൻ കറണ്ട് അഫെയർസ് പ്രിൻ്റ് എടുത്തതാണ്. ബൊക്കാസ്പീഡിയയുടെ ചാനലിൽ അവർ ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള കറണ്ട് അഫെയർസ് PDF ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോയിട്ട് പ്രിൻ്റ് എടുത്തു. റേറ്റ് 2 സൈഡായിട്ടാണ് ഞാൻ പ്രിൻ്റ് എടുത്തത്. അപ്പോൾ ഒരു പേജിന് 80 പൈസ പ്ലസ് GST എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 185 190 തോന്നുന്നു. അത്രയാണ് അതിൻ്റെ റേറ്റ് വന്നത്. ഇന്ന് ഞാൻ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ മലയാളത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ അന്നൊരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ബുക്കാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അത് എനിക്ക് തോന്നുന്നു സെൽഫ് സ്റ്റഡിക്ക് പറ്റിയൊരു ബുക്കാണ്. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. വാങ്ങിച്ച സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഓക്കെ ആകുമോ എന്നുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ ആ ഒരു ഗ്രാമർ പാർട്ടൊക്കെ വായിക്കുമ്പോൾ അതായത് നമുക്ക് സ്വയം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് മലയാളം ഗ്രാമർ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ബുക്കിൽ തന്നെ വൊക്കാബുലറി പാർട്ടും കുറച്ച് സാഹിത്യവും ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പറയുന്നത് വെച്ചാൽ PYQ ആണ്. 100-ലധികം PYQ ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ഞാൻ എണ്ണിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്തപ്പോൾ 100-ൽ അധികം ഉണ്ടായിരുന്നു. 2024 വരെയുള്ള PYQ മാത്രമാണ് അതിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ മലയാളം പഠിക്കുന്നത് കുറച്ച് ഗ്രാമർ നോക്കും, കുറച്ച് വൊക്കാബുലറി, പിന്നെ ഒരു PYQ ഒരു ദിവസം. അങ്ങനെയാണ് ഇപ്പോൾ നോക്കി പോകുന്നത്. എല്ലാ PYQൻ്റെയും കൂടെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അനുബന്ധം കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു വിപരീത പദത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ആൻസറിൻ്റെ കൂടെ ഒരു 4 വിപരീത പദം എക്സ്ട്രാ അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 100 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനും ഈ ഒരു സെയിം പ്രോസസ്സ് അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. മലയാളം പഠിച്ചതിന് ശേഷം കറണ്ട് അഫെയർസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. 2025 ജനുവരിയിലെ കറണ്ട് അഫെയർസ് അരമണിക്കൂറും, പിന്നെ ഇപ്പോൾ ഉള്ള കറണ്ട് അഫെയർസ്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫെയർസ് ഉണ്ടല്ലോ, അത് ഞാൻ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം 20 കറണ്ട് അഫെയർസ് എഴുതും. മുന്നേയുള്ള ദിവസത്തെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കും. അങ്ങനെയാണ് കറണ്ട് അഫെയർസിൻ്റെ കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് അഫെയർസിന് ശേഷം മാത്സ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. മാത്സ് ടോപ്പിക്ക് കൂട്ടുപലിശ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ നോട്ട്സ് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ജെറിൻ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുന്നത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണെങ്കിലും മാത്സിനും ഇംഗ്ലീഷിനും എന്തായാലും നോട്ട്സ് വേണം. അതായത് നിങ്ങൾക്ക് മാത്സ് ഇംഗ്ലീഷും നന്നായിട്ട് അറിയാമെങ്കിൽ നോട്ടിൻ്റെ ആവശ്യം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ബേസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും വേറെ ഏത് സബ്ജക്റ്റിൻ്റെ നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മാത്സിനും ഇംഗ്ലീഷിനും അതെല്ലാ ടോപ്പിക്കിനും നല്ലൊരു നോട്ട്, ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ എഴുതിയിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ YPTയിൽ ക്രിയേറ്റ് ചെയ്ത 3 ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ഫുള്ളായിട്ടുണ്ട്. അതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ മാക്സിമം 50 ആൾക്കാർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനതിൻ്റെ സെറ്റിങ്സ് മാറ്റാൻ പറ്റുമെന്ന് കുറേ നോക്കിയേ, പക്ഷെ ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ സ്ട്രെങ്ത്, അതായത് മെമ്പേഴ്സിൻ്റെ എണ്ണം ഒരു ഗ്രൂപ്പിൽ കൂട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, അതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ കുറച്ച് പേർക്കും ആപ്പിനെ പറ്റിയിട്ട് ഇപ്പോഴും ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസമായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇടാം. എന്തായാലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത മെമ്പേഴ്സൊക്കെ സൂപ്പറാണ്. ചില കുട്ടികൾ എത്രയാണ് 10-14 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. എങ്ങനെ ലോങ് അവേഴ്സ് ഇരുന്ന് പഠിക്കാമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എൻ്റെ ഒരു ദിവസത്തെ മാക്സിമം സ്റ്റഡി ടൈം എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. അതിൽ കൂടുതൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതാണ് മാക്സിമം. കൂട്ടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചില ദിവസങ്ങളിൽ താഴോട്ടാണ് പോവുക ഗ്രാഫ്. ഞാൻ എന്തിനാണ് പഠിക്കുന്ന സമയത്ത് ടൈമർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ എനിക്കറിയണം ഞാനൊരു ദിവസം എത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ളത്. അതായത് നമുക്കെല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഈ 24 മണിക്കൂറിൽ എത്ര സമയം നമ്മൾ മാറ്റി വെച്ചു എന്ന് അറിയണമെങ്കിൽ നമ്മളത് ഒരു ടൈമർ യൂസ് ചെയ്യണം.
അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഒരു അനാലിസിസ് നടത്താൻ വേണ്ടി പറ്റും. നമ്മൾ ഇന്നലത്തേക്കാളും ബെറ്റർ ആണോ, അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ സമയം കുറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് ഒരു ടൈമർ യൂസ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ PSC പഠിക്കുന്നവരെ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അധികം ആൾക്കാരും ചോദിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടുന്ന എല്ലാ സമയവും പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാവും നല്ലത്. അപ്പോൾ എത്രയും നന്നായിട്ട് പഠിക്കുന്നു അത്രയും വേഗം നമുക്ക് ജോലി കിട്ടുമല്ലോ. ഈ പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് തോന്നുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ജോലി നമുക്ക് കിട്ടി നമ്മൾ എന്തായാലും ജോലിക്ക് പോകുമല്ലോ. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു 8 മണിക്കൂർ നമ്മൾ എന്തായാലും പണിയെടുക്കണം. ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല, അയ്യോ എനിക്ക് സമയമില്ല ഈ ജോലി ചെയ്യാൻ, എനിക്ക് വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയില്ല. കാരണം ഇതൊരു ജോബാണ്, നമുക്ക് അങ്ങനെയുള്ള എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കാര്യമില്ല. അതേ ഒരു മെൻറ്റാലിറ്റി ഇവിടെയും കൊണ്ടുവരിക, അതായത് പഠിക്കുന്ന കാര്യത്തിൽ കൊണ്ടുവരിക. പക്ഷേ ഇപ്പോൾ ബേബിയൊക്കെ ഉണ്ടെങ്കിൽ ടൈം കണ്ടെത്താൻ പാടാണ്. പക്ഷേ എന്തായാലും നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടാണ്, എങ്ങനെയെങ്കിലും സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങളെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നാളത്തെ ദിവസം ഇങ്ങനെയാണ് പോവുക. അപ്പോൾ പണികളൊക്കെ നേരത്തെ ഒതുക്കി എന്നിട്ട് പഠിക്കാൻ ടൈം കണ്ടെത്തുക. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മാരീഡാണ്. 3 നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാനും പഠിക്കാനിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് മാക്സിമം 8 മണിക്കൂർ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം കിട്ടാറുണ്ട്. പക്ഷേ ചില ദിവസങ്ങൾ അത് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. പക്ഷെ എന്നാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. പതിയെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്ത് സെറ്റാക്കി മുന്നോട്ടേക്ക് പോവുക. ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ പഠിക്കൂ, അല്ലെങ്കിൽ ഡേറ്റ് വന്നിട്ടേ പഠിക്കൂ, ഹോൾ ടിക്കറ്റ് വന്നിട്ടേ പഠിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന ടൈം മാക്സിമം പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ പഠിച്ച് പോകുന്ന സമയങ്ങളിൽ ഗ്യാപ്പ് എടുക്കാതിരിക്കുക. അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, അത് നിങ്ങളും ചെയ്യാതിരിക്കുക. ഈ ഗ്യാപ്പ് എടുക്കുന്നത് നന്നായിട്ട് നമ്മുടെ പഠനത്തിനെ ബാധിക്കും. അതായത് വീണ്ടും നമ്മൾ സീറോന്ന് ഒരു ബിഗിനറെ പോലെ സ്റ്റാർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരെ വരും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. നമ്മളെ കയ്യിൽ എപ്പോൾ അഡ്വൈസ് കിട്ടുന്നോ അന്ന് നിർത്തുക. നിങ്ങളുടെ പേര് ലിസ്റ്റിൽ വന്നു എന്ന് കരുതിയിട്ട് നിർത്താൻ പാടില്ല. കാരണം PSCയുടെ കാര്യമാണ്, എപ്പോഴാണ് ഓരോ ലിസ്റ്റും കേസിലൊക്കെ പെടുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അഡ്വൈസ് എപ്പോൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നോ അന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള എക്സാംസ് അല്ലെങ്കിൽ പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. പക്ഷേ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, അത് മതി എന്ന് ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. അത് തന്നെയാണ് വേണ്ടത്. ബ്രേക്ക് ഇല്ലാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ ദിവസവും പഠിച്ച് പോകണം. പിന്നെന്താണ്, വീഡിയോസ് ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മാക്സിമം റിവൈസ് ചെയ്യുക. ASMൻ്റെ എക്സാമിന് ഇനി 37 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ബൈ ഗൈസ്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം.